സോ ഗായ്സ്, അങ്ങനെ ഫൈനലി ഞാൻ റിക്കവർ ആയിട്ടുണ്ട്. മൊത്തത്തില് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 1 വീക്ക് 2 ഡേയ്സ് എടുത്തപ്പോഴേക്ക് തന്നെ ഞാൻ ബാക്ക് ടു നോർമലായി. ഫേസ് ഒക്കെ കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നു തുടങ്ങി. ലൈക്ക് ബാക്ക് ടു നോർമലായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നേരെ ഇനിയിപ്പം കുറച്ച് ദിവസം, ഇത്രയും ദിവസം കഴിഞ്ഞല്ലേ, ഇത്രയും ഗ്യാപ്പ് ഇട്ടതായതുകൊണ്ട് ഇതിനകത്ത് തന്നെ ഇരിക്കുന്നതുകൊണ്ട് എനിക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നുന്നു. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഇന്ന് ആക്ച്വലി ഇവിടെ നേരെ ഇനി വണ്ടി കാസർഗോഡ് BM എൻ്റെ കയ്യിലായിരുന്നു. ആക്ച്വലി സർവീസിന് ലൈക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി കൊടുത്തേക്ക്, സർവീസല്ല ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു കാര്യം കൊടുത്തേക്കാണ്. അത് ക്യാഷ് അപ്ഡേറ്റ് ചെയ്തോളാം. അപ്പോൾ അത് കളക്ട് ചെയ്യാനായിട്ട്, ആ വണ്ടി എടുക്കാനായിട്ട് ഞാൻ ഇവിടുന്ന് നേരെ ഇനി ഡിപ്മാനിലേക്ക് പോവാണ്. ഡിപ്മാനിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ബാക്കി കാര്യങ്ങളും ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു. സോ ഗൈസ്, അങ്ങനെ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. വണ്ടി ഇത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ വണ്ടി എടുത്തു, ഇന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഇപ്പോൾ എൻ്റെ അവിടേക്ക് പോകും. അവിടേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നാളെ രാവിലെ ആകുമ്പോഴേക്കും കാസർഗോഡ് വീട്ടിലേക്ക് പോകാനാണ് ഇപ്പോൾ പ്ലാൻ ഉള്ളത്. അവിടുത്തെ കാണികളും കുറച്ച് വേണമെങ്കിൽ ചെറിയൊരു ഷോർട്ട് ആണെങ്കിൽ കാണിച്ചാൽ, ഒരു ചെറിയൊരു വണ്ടി, ഒരു പോളോയുടെ ഒരു വണ്ടി ഞാൻ ഇവിടെ കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ക്ലിപ്പാണ് ഞാൻ ഇപ്പം ഒന്ന് കാണിച്ചു തരാം. ഹായ് ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മുടെ കാസർഗോഡ് വീട്ടിലെത്തി. അപ്പോൾ ഇപ്പോൾ കാസർഗോഡ് വീട്ടിലല്ല, ആക്ച്വലി നമ്മളിപ്പോൾ ഒരു കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജഗിരി കോളേജിലേക്ക് കൊച്ചിയിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അവിടെ ഒരു മീറ്റ് ആൻഡ് ഗ്രീറ്റിൻ്റെ പരിപാടിയായിട്ട് എന്നെ ഫ്രണ്ട് ഒക്കെ ആയിട്ട് നമ്മൾ 3 പേരായിട്ട് പോകാൻ പോകണം. കാസ്ട്രോ ഒരു ഹായ് കൊടുത്തേ. ഒരാഴ്ച 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്. ഒരാഴ്ച 2 ദിവസം ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇപ്പോഴാണ് കാണുന്നത്. കാസ്ട്രോ, എനിക്കതിൽ മാറ്റം ഉണ്ടോ മുഖത്ത്? ഇവിടുന്ന് ഇപ്പൊ നമ്മൾ ആക്ച്വലി ഇവിടെ നേരെ പോകാൻ പോകണമെന്ന് പറഞ്ഞാൽ രാജഗിരി കോളേജിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അവിടെ ഒരു മീറ്റ് ആൻഡ് ഗ്രീറ്റ് പരിപാടിയായിട്ട് പോവാണ്. ഡോക്കിനെയും ബ്ലീഡിനെയും പിന്നെ കുറച്ചൊരു ആൾക്കാരെയൊക്കെ പിക്ക് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ഹായ് ഗൈസ്, അപ്പം മെയിൻ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് പൈസ സമ്പാദിക്കാനായിട്ട് ഒരു അടിപൊളി ഗെയിമിംഗ് വെബ്സൈറ്റ് ആണ്. ആ ഗെയിമാണ് OneWin. അപ്പൊ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്റെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ലിങ്ക് എന്റെ കമന്റ് സെക്ഷനിൽ ഒരു പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്ക് കയറിയിട്ട് ആദ്യം രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം എങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തത് Paytm വഴിയാണ്. അതിനുശേഷം നിങ്ങളെ ഫേവറേറ്റ് ഗെയിം സെലക്ട് ചെയ്യുക. എന്റെ ഫേവറേറ്റ് ഗെയിമാണ് ലക്കി ജെറ്റ്. ഈ ഗെയിം വളരെ സിമ്പിൾ ആണ്. ഈ പ്ലെയിൻ താഴേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ഗെയിം സ്റ്റോപ്പ് ചെയ്യുക. ഇപ്പൊ ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം, ഇതെങ്ങനെയാണ് വിൻ ചെയ്യേണ്ടതെന്ന്. യെസ്, അപ്പൊ ഇനി കിട്ടിയ ക്യാഷ് നമുക്ക് വിത്ഡ്രോ ചെയ്യാം. കിട്ടിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള പേയ്മെന്റ് മെത്തേഡ് യൂസ് ചെയ്യാം. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പേയ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ ഒരു ഗെയിം ഉള്ളത് OneWin വെബ്സൈറ്റിലാണ്. ഇത് എന്റെ ഒരു ഫ്രണ്ടിന്റെ അക്കൗണ്ട് ആണ്. ഇത് ഒന്നിൽ കൂടുതൽ തവണ എനിക്ക് കുറെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാരണം ഇതിൽ വിത്ഡ്രോ ഓപ്ഷൻസ് കുറെ തന്നെ ഇതിലുണ്ട്. അതുകൂടെ തന്നെയാണ് ഇതിൽ വേറെ കമ്മീഷൻസും കാര്യങ്ങളൊന്നും തന്നെ എടുക്കുന്നില്ല. സിമ്പിൾ രജിസ്ട്രേഷൻ ആണ് ഫാസ്റ്റസ്റ്റ് വിത്ഡ്രോയിൽ. ഗൈസ്, ഇതിന്റെ ലിങ്ക് ഞാൻ പിൻ കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് 25,000 രൂപയുടെ OneWin നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നതാണ്. ആ ക്യാഷ് കിട്ടാനായിട്ട് എന്റെ പ്രൊമോ കോഡ് ആയിട്ടുള്ള എൻഗെയിംസ് യൂസ് ചെയ്യേണ്ടതാണ്. എല്ലാ കസ്റ്റമർ യൂസ് ചെയ്യേണ്ടത് പ്രൊമോ കോഡ് എൻഗെയിംസ് എന്നുള്ള പ്രൊമോ കോഡാണ്. അപ്പോൾ മറക്കണ്ട, ഈ ഏറ്റവും കൂടുതൽ OneWinൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളത് Paytm ആണ്. ബിക്കോസ് അതൊരു ഫാസ്റ്റസ്റ്റും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് Paytm. സോ ഗൈസ്, അങ്ങനെ 11:16 നമ്മൾ ആക്ച്വലി ഇപ്പോൾ കൊച്ചി എയർപോർട്ട് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഏകദേശം ഡോക്കി ആണെങ്കിൽ ലുലുന്ന് അവിടെ നിന്ന് പിക്ക് ചെയ്യാനുള്ള പരിപാടിയില്ല. ഡോക്കി മെട്രോയിലെത്തും. ഇപ്പം സമയം ഏകദേശം അവിടെ എത്തുമ്പോൾ ഒരു 11:55 ആകുമ്പോഴേക്കും അവിടെ എത്തും. 12 മണിക്കാണ് പരിപാടി. പക്ഷെ ഇപ്പം ആക്ച്വലി ലേറ്റ് ആയിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ ദാണ്ട് 11:51 അങ്ങനെ ദാണ്ട് ഡോക്കിനെ പിക്ക് ചെയ്ത്. ഡോക്കി, ഹലോ. മാസ്ക് മാറ്റ്. ഹലോ, ഇത് ബ്രോ, ബ്രോ ഉണ്ട് നമ്മുടെ കൂടെ. അപ്പൊ നമ്മള് 4 പേരായിട്ടാണ് ഇപ്പം ആ കോളേജിലേക്ക് പോകാൻ പോകുന്നത്. പിന്നെ ഒരാളും കൂടെ പിക്ക് ചെയ്യാനുണ്ട്, ബ്ലീഡിനെ ഇപ്പൊ ഓൺ ദ വേയിൽ ഇപ്പൊ പിക്ക് ചെയ്യണം. സോ ഗൈസ്, അങ്ങനെ താണ്ട് ബ്ലീഡില് പിക്ക് ചെയ്ത് ബ്ലീഡ് ഞാൻ പറഞ്ഞില്ലേ ചില സമയത്ത് ഒരു അങ്ങനെ ബ്ലീഡിനെയും പിക്ക് ചെയ്ത് ഇപ്പൊ നമ്മൾ ഇത്രയും പേരായിട്ട് പിന്നെ നേരെ കോളേജിലേക്ക്. ചേച്ചി, what is movement? കറക്റ്റ് വരുന്ന ഫ്രണ്ടിലേക്ക്.
ഇത്രയും ക്രൗഡ് പ്രതീക്ഷിക്കട്ടെ ഇവിടെ വന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു വന്ന സമയത്ത് തന്നെ കാറിൽ ഇവിടെ വന്ന് ഇറങ്ങുന്ന സമയത്ത് ഇത്രയും പേര് നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ഒരു വല്ലാതെ ഫീൽ ചെയ്തത്. ഭയങ്കര ഒരു നെർവസ് ഉണ്ട്. കാരണം ഇത്രയും പേര് നമ്മളെങ്ങനെ നോക്കും, എല്ലാവരും ഇവിടെ ഓട്ടം പഠിച്ചിട്ട് നമ്മൾ ഇതേപോലെ നോക്കിയിരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉഷാറാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വഴി കാര്യങ്ങളൊക്കെ കാണാം. നമ്മുടെ ചിഞ്ചും കാസ്ട്രോയും ഡോക്കിയും ഒക്കെ മീറ്റ് ആൻഡ് ഗ്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ അവരെ വന്ന് മീറ്റ് ആൻഡ് ഗ്രീറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അധികം ക്രൗഡുണ്ട്. Best game, Clash of Clans. Okay. Guys, Arset Abhyananda. സോ ഗൈസ് അങ്ങനെ മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ്ട് ഒരു ബ്രോ ആണെങ്കിൽ വന്നിട്ട് നമ്മൾ 3 പേരുടെ ഓട്ടോഗ്രാഫ്, എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഞാൻ ഒരു ഓട്ടോഗ്രാഫ് കൊടുക്കണേ മിക്കവാറും ഇതായിരിക്കും മിക്കവാറും. അതൊരു ഫോൺ കേസിലാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. കാസ്ട്രോ കൊടുത്തു, ഡോക്കി കൊടുത്തു, പിന്നെ ഞാനും കൊടുത്തു. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരുടെ കൂടെ. അങ്ങനെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും വേണ്ട സ്കൈ സ്പോർട്സിൻ്റെ ആൾക്കാർ നമുക്കൊരു ഇൻ്റർവ്യൂ സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൈ സ്പോർട്സ് ആയിട്ട് ഇൻ്റർവ്യൂ ആയിട്ടുള്ള കോർഡിനേറ്റേഴ്സായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് സ്റ്റാർട്ടാകാൻ പോവുകയാണ്. ഇൻ്റർവ്യൂ സെക്ഷൻ ആയിട്ട് ഇരിക്കുകയാണ്. നമ്മളിപ്പോൾ കുറച്ച് നേരം മാറ്റി എടുത്തിട്ടുണ്ട്. സോളോ ആട്ടിയിട്ട് നമ്മൾ നീ പഠിച്ച കോളേജല്ലേ? എൻ്റെ ബ്ലീഡ് പഠിച്ച കോളേജാണ്. നിങ്ങൾക്ക് ബ്ലീഡിനെ അറിയോ? കണ്ടിട്ടേ ഉള്ളൂ. ഇതാണ് ബ്ലീഡ്. 54,000 പിള്ളേർ പഠിക്കുന്ന കോളേജ് കണ്ടാൽ സകല യൂട്യൂബറും കൂടെ ഇൻഫ്ലുവൻസറും കൂടെയാണിത്. ഫേമസ് ആണ്. സോ ഇത് അങ്ങനെ കാസ്ട്രോയുടെ അവിടെ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഇത് നടക്കത്തുള്ളൂ. ഗൈസ് അങ്ങനെ രാജഗിരിയിൽ ഓട്ടോ ഷോ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ കാസ്ട്രോയ്ക്ക് ആണെങ്കിൽ ഓട്ടോ ഷോ കാണണമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഡോക്കി, ബ്ലീഡ്, പിന്നെ നവീൻ ബ്രോ അല്ലേ വണ്ടിയില്ല. ഓട്ടോറിക്ഷയും ഓട്ടോറിക്ഷയാണ്. ഓട്ടോ ഷോയും ഓട്ടോ ഷോ എന്ന് പകുതി വണ്ടി കൊണ്ടുപോയി. നമ്മുടെ പാതി വണ്ടി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വണ്ടികൾ ഭയങ്കര കുറവാണ്. ഇവിടെ ജീപ്പൊക്കെ കിടപ്പുണ്ടായിരുന്നു, കാണുന്നില്ല. കുറച്ച് വണ്ടി ഉള്ളു അല്ലേ? ഇവിടെയൊക്കെ വണ്ടി ഉണ്ട്, എല്ലാം മാറ്റിച്ചു. ആണോ? ഓ കഷ്ടം. GT എൻ്റെ കാറ്, GT സെയിം എൻ്റെ കാറ്. ഏതല്ലേ ആ വണ്ടിയില്ലേ ബൈക്ക്? ഏത്? Z4 ആ ഇതൊക്കെ ടിന്റ് കണ്ടാത്തന്നെ കൈയ്യട്ടോ. ഈ ടിന്റ് കണ്ടാത്തന്നെ പോലീസൊക്കെ കൈയ്യട്ടോ. സത്യമല്ലേ? മറ്റേ സൗണ്ട് ഇലക്ട്രോണിക് ഇൻബിൽട്ട് അല്ലേ, അതിന് വരെ അവർ കിടന്ന് ഉണ്ടാക്കണ്ടേ. സ്വിച്ച് ഓൺ ചെയ്യും, അത് പാടില്ല, ഇല്ലീഗലാന്നൊക്കെ പറഞ്ഞു. ഇതാ ആക്ച്വലി സ്റ്റോക്ക് അല്ലേ ഈ സാധനത്തിന്? ബേസ് ഇല്ല, അത് സ്റ്റോക്കാണ്, ആക്ച്വലി സ്റ്റോക്കാണ്. അറിയില്ല. പച്ച താങ്കളുടെ ഫേവററ്റ് കളർ സ്കോട്ട് 9. സ്പോയിലർ നോക്കാല്ലേ, വൃത്തിയായിട്ട് സ്പോയിലർ. അങ്ങനെയല്ല, 350 അല്ലേ? സെയിം ലൈക്ക് കസ്റ്റമർ സെയിം കാർ അല്ലേ? അല്ല 220. ഇത് കാസ്ട്രോഡ് അവിടെ ഉള്ളതല്ലേ? ഇത് പട്ടാമ്പി കിടന്ന് ഓടുന്നതാണ്. മാമന്റെ വണ്ടി എന്തായിരുന്നു? BMW. അയ്യോ ഇതാര്? ഹലോ, ഇവിടെ ഉണ്ടായിരുന്നോ? ആ മനസ്സിലായ? ഹലോ, അടിപൊളി. നമ്മളിവിടെ ഹലോ ബ്രോ. ഹായ്. ഹലോ ബ്രോ. ശരി, നടക്കട്ടെ, കാണാം. അല്ല, ഇവിടെ ഗസ്റ്റ് ആയിട്ട് വന്നേ. അപ്പൊ പ്രോഗ്രാമിന് വേണ്ടി ബസ്സിന് വന്നു. വ്ളോഗ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ കട്ട് ശ്രദ്ധിച്ചത്. പോയിട്ടെ ഗൈസ്. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങാൻ പോവാ. ഫുഡ് കഴിക്കാനായിട്ട് നല്ല വിശന്നിട്ട് വയ്യ. 1:02 പ്രതീക്ഷകൾ പെട്ടെന്ന് കഴിഞ്ഞോട്ടെ പരിപാടി കഴിഞ്ഞു. ഞാൻ ഈവനിങ് ഒരു കട്ട പോസ്റ്റാക്കി ഇതൊക്കെ അതെ എല്ലാം ചട്ടപ്പടി പരിപാടിയെല്ലാം പെട്ടെന്ന് തീർന്നു. പ്രതീക്ഷകൾ ഇനിഷ്യലി സംഭവങ്ങൾ തീർന്ന് അടിപൊളിയായിരുന്നു. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. കോർഡിനേറ്റ് ചെയ്ത് പരിപാടി EA സ്പോർട്സിൻ്റെ അവർ മൊബൈൽ ഗെയിം ആണെന്നല്ലേ
EFC മൊബൈൽ അവരെ പുതിയ ഗെയിമാണ് സംഭവം. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, കൊള്ളാൻ സാധനം. അപ്പോൾ ഒരു പറ്റുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ സ്പോർട്സിൻ്റെ അവരുടേതായിട്ടുള്ള ഒരു പരിപാടിയെ വിളിച്ചുള്ളൂ, അതന്നെ വലിയൊരു കാര്യമാണ്. ഐ എം ഹാപ്പി ആൻഡ് നമ്മൾ ഹാപ്പി. ഡോക്കിക്ക് എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? തിന്നാ അതെ, ഇനി കുറച്ചു നേരത്തേക്ക് ഇനി ഫുഡ് മാത്രമേ കാണുള്ളൂ. ഇതാണ്ട് നമ്മള് ഇവിടെ കൊണ്ടിട്ടിരുന്നേ. ഇനി ഇവിടുന്ന് നേരെ ഇനി ഫുഡ് കഴിക്കാനായിട്ട് എങ്ങോട്ടാ ബ്രോ എങ്ങോട്ടാ പോണെന്ന് പറഞ്ഞാൽ 9047. അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ നമ്മൾ ഇനി 9047ലേക്ക് പോവാം. അങ്ങനെ രാജഗിരി കോളേജിൽ നിന്ന് ഇവിടെ പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് യാത്ര തുടരാൻ പോണു ടു 1947 ഹോട്ടൽ. അങ്ങനെ 1947 നമ്മൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ കയറി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മളിവിടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അങ്ങനെ നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.